വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ ഈ ഇന്റർനെറ്റ് അഡിക്ഷൻ എന്ന് പറയുന്നത് മനോരോഗത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി. പ്രധാനമായിട്ടുള്ളത് കുട്ടിയുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആർക്കാണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയ്ക്കും തന്നെയാണ്. അപ്പോൾ ഈ അച്ഛനും അമ്മയ്ക്കും കുട്ടിക്ക് വേണ്ടുന്ന സുരക്ഷിതത്വം നൽകാൻ പറ്റാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോടുള്ള അതിക്രമം ഏറും. അച്ഛനും അമ്മയും തന്നെ കുട്ടിയെ അതിക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം, അല്ലെങ്കിൽ സമൂഹത്തിലുള്ള മറ്റാരെങ്കിലും അവരുടെ ബന്ധുക്കളോ ആരെങ്കിലും ഒക്കെ അതിക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. വിഷാദരോഗമുള്ളപ്പോൾ അമ്മയ്ക്ക് സ്വാഭാവികമായിട്ടും കുട്ടിയെ നോക്കാനുള്ള കാര്യക്ഷമത കുറയും. അപ്പോൾ കുട്ടിക്ക് അറ്റൻഷൻ കിട്ടാതെ വരും. കുട്ടിക്ക് ലഭിക്കേണ്ട അറ്റൻഷൻ കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടി കുറച്ച് ക്രാങ്കിയായിട്ട് ഇടപെടും. 3 വയസ്സ് 4 വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് ഒരു ലൈംഗികമായിട്ടുള്ളൊരു പീഡനത്തിന് ഇരയാകുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ആ കുട്ടിക്ക് അറിയണമെന്ന് പോലുമില്ല. എന്തോ ഒന്ന് അസ്വാഭാവികമായി സംഭവിച്ചു എന്നല്ലാതെ ആ കുട്ടിക്ക് അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാവുന്നില്ല. ഇൻവെസ്റ്റിഗേഷനൊക്കെ വന്നു കഴിയുമ്പോഴായിരിക്കും ഒരു പക്ഷേ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിയുമ്പോഴായിരിക്കും ഈ കുട്ടി പീഡനത്തിന് ഇരയായി എന്ന് പോലും അറിയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്, അത് അങ്ങനെ അങ്ങ് പോകും, ഇത് തുടർന്നുകൊണ്ടേ പോകും. പിന്നീട് പെരുമാറ്റ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവരുടെ അടുത്ത് കൊണ്ടുവരുമ്പോൾ നമ്മൾ ചിക്കിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു അബ്യൂസിന്റെ ഹിസ്റ്ററി പലപ്പോഴും വരും. 90% ലൈംഗിക പീഡനങ്ങളും പരിചയമുള്ള വ്യക്തികളിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. നമ്മൾ ഒരാളെ ട്രസ്റ്റ് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മുടെ കുട്ടിക്ക് സുരക്ഷ ഉറപ്പാക്കുക. ഈ കുട്ടിയെ നമ്മൾ പഠിപ്പിച്ചെടുക്കണം സ്വയം പ്രതിരോധിക്കാൻ. അതിനുള്ള ട്രെയിനിങ് പ്രായത്തിനനുസരിച്ച് കുട്ടിക്ക് കൊടുക്കേണ്ടതും ആവശ്യമാണ്. താൻ റിജക്റ്റ് ചെയ്യപ്പെട്ടു, അവഗണിക്കപ്പെട്ടു എന്നുള്ള ഒരു വിഷമം മറ്റു കുട്ടിക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ എൽസി ഉമ്മനാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. നമ്മളിപ്പോൾ വാർത്തകളിലൊക്കെ നിരന്തരം കാണുന്നതാണ് കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം വർദ്ധിച്ചു വരുന്നു എന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അതിക്രമം വർദ്ധിച്ചു വരുന്നത്? പല കാരണങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം വർദ്ധിച്ചു വരുന്നു. പ്രധാനമായിട്ടുള്ളത് കുട്ടിയുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആർക്കാണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയ്ക്കും തന്നെയാണ്. അപ്പോൾ ഈ അച്ഛനും അമ്മയ്ക്കും കുട്ടിക്ക് വേണ്ടുന്ന സുരക്ഷിതത്വം നൽകാൻ പറ്റാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോടുള്ള അതിക്രമം ഏറും. അച്ഛനും അമ്മയും തന്നെ കുട്ടിയെ അതിക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം, അല്ലെങ്കിൽ സമൂഹത്തിലുള്ള മറ്റാരെങ്കിലും അവരുടെ ബന്ധുക്കളോ ആരെങ്കിലും ഒക്കെ അതിക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. അതിക്രമം എന്ന് പറയുന്നത് അത് ലൈംഗിക അതിക്രമമാകാം, മാനസിക ഒരു അബ്യൂസ് ആകാം, ഇമോഷണൽ അബ്യൂസ്, സെക്ഷുവൽ അബ്യൂസ് ആകാം, അതേപോലെ തന്നെ ഫിസിക്കൽ അബ്യൂസ് ആകാം. എന്തെങ്കിലും മേലുപദ്രവമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയുധം വെച്ച് ഉപദ്രവിക്കുന്നതോ അതൊക്കെയും തന്നെ അതിക്രമത്തിൽ നമുക്ക് പെടുത്താവുന്നതാണ്. ലഹരി ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു മെനസാണ്. ഇപ്പോൾ ഇത്തരം ലഹരി ഉപയോഗിക്കുന്ന മാതാപിതാക്കൾ 2 പേരോ അല്ലെങ്കിൽ ഒരാളോ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടിയോടുള്ള അതിക്രമം ഏറാനുള്ള സാധ്യത ഏറെയാണ്. മറ്റെന്തെങ്കിലും പെരുമാറ്റ പ്രശ്നങ്ങളോ വ്യക്തിത്വ വൈകല്യങ്ങളോ അല്ലെങ്കിൽ മനോദൗർബല്യമോ ഉള്ള മാതാപിതാക്കളാണെങ്കിൽ 2 പേർക്കോ ഒരാൾക്കോ ആർക്കെങ്കിലും ആയിക്കോട്ടെ അത്തരമുണ്ടെന്നുണ്ട്. ഉദാഹരണത്തിന് വിഷാദരോഗം ഉള്ളപ്പോൾ അമ്മയ്ക്ക് സ്വാഭാവികമായിട്ടും കുട്ടിയെ നോക്കാനുള്ള കാര്യക്ഷമത കുറയും. അപ്പോൾ കുട്ടിക്ക് അറ്റൻഷൻ കിട്ടാതെ വരും. കുട്ടിക്ക് ലഭിക്കേണ്ട അറ്റൻഷൻ കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടി കുറച്ച് ക്രാങ്കിയായിട്ട് ഇടപെടും. അപ്പോൾ ആ ഒരു വാശി അല്ലെങ്കിൽ അത് സ്വാഭാവികന ഒരു കുട്ടി കാണിക്കുന്നതാണ്. അപ്പോൾ അതുപോലും കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുക, പൊട്ടിത്തെറിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അമ്മയ്ക്ക് എന്തെങ്കിലും വ്യക്തിത്വ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ നിസ്സാര കാര്യത്തിന് അമിത പൊട്ടിത്തെറി, പ്രത്യാഘാതം ആലോചിക്കാതെ എടുത്ത് പെരുമാറുക, ഒന്ന് പറഞ്ഞ് രണ്ടാമത് സാധനങ്ങൾ വലിച്ചെറിയുക, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കുട്ടിയെ ഉപദ്രവിക്കാനുള്ള സാധ്യത ഏറെയാണ്. പിന്നെ മറ്റ് ഇതര ബന്ധങ്ങളുണ്ടെങ്കിൽ 2 പേർക്കോ ഒരാൾക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വീട്ടിലെ അന്തരീക്ഷം കുറച്ച് അതിൻ്റെ ഒരു ബലത്തിന് കുറച്ച് ക്ഷയം തട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആൾ, അതായത് ഈ വേലി എന്ന് പറയുന്ന വേലിക്കെട്ടിന് ക്ഷയം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഔട്ട്സൈഡേഴ്സും അത് ചൂഷണം ചെയ്യാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. കാരണം അവർക്ക് തീർച്ചയായിട്ടും അറിയാം ഈ കുട്ടികളെ നോക്കാൻ ആരുമില്ല, ഉത്തരവാദിത്വം എടുക്കാനായിട്ട് ആരുമില്ല, അച്ഛൻ വേറെ രീതിക്കാണ് അല്ലെ അമ്മ വേറെ രീതിക്കാണ്. അപ്പോൾ ആ തരത്തിൽ വരുമ്പോൾ ചൂഷണം ചെയ്യാനായിട്ട് ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. സമൂഹത്തിലുള്ളവരാകാം, അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ ഉള്ളവരാകാം, മറ്റു ബന്ധുക്കളാകാം. ഈ സാഹചര്യം നോക്കി കുട്ടിയെ അതിക്രമിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. പിന്നെ കുടുംബ പ്രശ്നങ്ങൾ പണ്ടത്തെക്കാട്ടിലും ഏറെ കൂടുതലാണ്. ഡിവോഴ്സിന്റെ റേറ്റും വളരെയധികം കൂടുതലാണ്. ബന്ധങ്ങൾക്ക് ശിഥിലീകരണം വന്നിരിക്കുന്നു. പണ്ടത്തെ അത്രയും ഒരു സ്ട്രോങ് ഫാമിലി ബോണ്ടൊന്നും ഇപ്പോൾ അതിന് പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിനൊക്കെയും ക്ഷയം തട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ബലക്ഷയം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയും കുട്ടികൾക്ക് അതിക്രമം നേരിടാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് കൂട്ടുന്ന സംഗതിയാണ്. അപ്പോൾ ഈ തരത്തിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് അരക്ഷിതമായിട്ടുള്ളൊരു ബാല്യകാലമായിരിക്കും ഉണ്ടാകുക. ഈ അരക്ഷിതാവസ്ഥയിൽ പോകുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ടും അതിക്രമിക്കപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. ഇത്തരം അതിക്രമങ്ങൾ നേരിടുന്ന കുട്ടികൾക്ക് എന്തൊക്കെ സ്വഭാവ വൈകല്യങ്ങളാണ് ഉണ്ടാവുക? അതിക്രമം നേരിടുന്ന കുട്ടികൾ പല രീതിയിൽ, അത് പല ഘടകം അനുസരിച്ചാണ്. ഉദാഹരണത്തിന് ഏത് തരം അതിക്രമമാണ് എന്നുള്ളത് വളരെ ഒരു നിർണായക ഘട്ടം ഒരു ഫാക്ടറാണ്. സെക്ഷൽ അബ്യൂസ് ആണോ, അല്ലെങ്കിൽ ഫിസിക്കൽ അസോൾട്ട് ആണോ, അതോ മാനസികമായിട്ടുള്ളൊരു പീഡനമാണോ, മെൻ്റൽ ടോർച്ചറാണോ, അതോ ഇതെല്ലാം കൂടെ ഉണ്ടോ? അപ്പോൾ ഈ ഏത് തരം വയലൻസ് ആണ് കുട്ടി നേരിടുന്നത് അതൊരു നിർണായക ഘടകമാണ്. രണ്ടാമെന്ന് പറയുന്നത് കുട്ടിക്ക് നേരിടുന്ന പ്രായം.
ഇപ്പോൾ ഉദാഹരണത്തിന് നന്നേ ചെറുതിലെ ഇപ്പം 3 വയസ്സ് 4 വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് ഒരു ലൈംഗികമായിട്ടുള്ളൊരു പീഡനത്തിന് ഇരയാകുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ആ കുട്ടിക്ക് അറിയണമെന്ന് പോലുമില്ല. എന്തോ ഒന്ന് അസ്വാഭാവികമായി സംഭവിച്ചു എന്നല്ലാതെ ആ കുട്ടിക്ക് അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ ശാരീരികമായിട്ട് വേദന അനുഭവിച്ചിട്ടുണ്ടാകാം. അതിനപ്പുറത്തേക്ക് ഇതൊരു സെക്ഷൽ ഒഫൻസ് ആണെന്നോ അല്ലെങ്കിൽ ഇത് ഒരു സെക്ഷൽ വയലൻസ് ആണെന്നോ റേപ്പ് ആണെന്നോ ഒന്നും ഈ കുട്ടിക്ക് ഒരു പക്ഷേ അറിയണമെന്നേ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് ഒരു ഇമോഷണൽ ട്രോമായോ അല്ലെങ്കിൽ ആ സമയത്ത് ഒരു വൈകാരിക റിയാക്ഷൻ ആ കുട്ടി കാണിക്കണമെന്നില്ല. പിന്നീട് ഇത് തിരിച്ചറിയുന്ന ഒരു കാലം വരും. ആ പ്രായം വരുമ്പോഴാണ് കുട്ടി ഇത്തരം നന്നേ ചെറുതിലെ അബ്യൂസിനിരയായ കുട്ടി ഇപ്പോൾ ശാരീരികമായിട്ടുള്ള ഒരു അബ്യൂസ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ വേദന എടുക്കുമ്പോൾ ഒരു പക്ഷേ വേദന കൊണ്ടുള്ള ഒരു കരച്ചിലൊക്കെ ഉണ്ടാവും. മാനസികമായിട്ടുള്ളതാണെങ്കിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലൈംഗിക അതിക്രമമാണെങ്കിലോ തിരിച്ചറിവിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് കുട്ടിക്ക് പിന്നെ പ്രായമാകുമ്പോൾ തിരിച്ചറിവ് വരുമ്പോൾ അത് ബിഹേവിയറൽ ഇഷ്യൂസ് കാണിച്ചു തുടങ്ങും. അപ്പോൾ നമ്മുടെ സമൂഹത്തിലൊരു കെട്ടപ്പെട്ട ഒരു രീതി ഉണ്ടല്ലോ, താൻ മോശക്കാരിയായി കൊള്ളരുതാത്തവളായി അതുകൊണ്ട് ഐ എം അൺഫിറ്റ് ടു ലിവ് ഇൻ ദ സൊസൈറ്റി എന്നുള്ളൊരു ചിന്ത ആ കൊച്ചിന് വരും. അപ്പോൾ ആ രീതിയിൽ തന്നെ ഒന്നിനും കൊള്ളില്ല അല്ലെങ്കിൽ ഐ എം ഓഫ് നോ യൂസ് എന്നുള്ളൊരു ചിന്തയൊക്കെ വരും. വിഷാദം വരാനുള്ളൊരു സാധ്യതയുണ്ട്. തിരിച്ചറിയുമ്പോൾ ആത്മഹത്യാ ശ്രമം നടത്താനുള്ളൊരു സാധ്യതയുണ്ട്. പിരിമുറുക്കം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പഠനത്തിൽ പിന്നോക്കാവസ്ഥ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. പെരുമാറ്റ പ്രശ്നങ്ങൾ ഈ കുട്ടികൾ തന്നെ വളരുമ്പോൾ പേഴ്സണാലിറ്റി പാറ്റേൺസ് വ്യതിചലിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് വ്യക്തിത്വ വൈകല്യങ്ങൾ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി, ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി, ഇത്തരം പേഴ്സണാലിറ്റി പാറ്റേൺസ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് തന്നെയല്ല ഈ കുട്ടികൾ പിന്നെയും വളർന്നു വന്നു കഴിയുമ്പോൾ അഡൾട്ടായി കഴിയുമ്പോൾ ലൈംഗിക മരവിപ്പ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അവനവൻ്റെ ലൈഫിൽ തന്നെ അവർക്ക് നോർമൽ ഒരു സെക്ഷുവൽ ലൈഫ് പുലർത്താനായിട്ട് അസാധ്യമായി വരും. അത് തന്നെയല്ല ഒരു പക്ഷേ ഇവരും ഹൈപ്പർ സെക്ഷുവാലിറ്റി കാണിക്കാനുള്ളൊരു സാധ്യതയുണ്ട് വലുതായി കഴിയുമ്പോൾ. അല്ലെങ്കിൽ ലൈംഗിക മരവിപ്പ് കാണിക്കാം, ഹൈപ്പർ സെക്ഷുവാലിറ്റി കാണിക്കാം, അല്ലെങ്കിൽ ഇവർ തന്നെ പിന്നീട് ലൈംഗികമായിട്ട് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന തരത്തിൽ ആകാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് ഇവരും ഒരു ക്രിമിനലായി വളരാനുള്ളൊരു സാധ്യത ഏറെയാണ്. പിന്നെ ലഹരി ഉപയോഗത്തിലേക്ക് തിരിയുക, ഇതര കൂട്ടുകെട്ടിലേക്ക് തിരിയുക, ഇതൊക്കെയും പിന്നീട് വരാവുന്ന കാര്യമാണ്. നേരെ മറിച്ച് പ്രായം ഇത്തിരി മുന്നോട്ടാണ്. ഒരു 10 വയസ്സ് 12 വയസ്സ് 14 വയസ്സൊക്കെ ആകുമ്പോൾ അവനവന് തന്നെ ഒരു തിരിച്ചറിവ് ഉണ്ടാവും. എനിക്കിങ്ങനെ ഒരു ഇഷ്യൂ വന്നു എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ സ്വഭാവ വ്യതിയാനങ്ങൾ കാണിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഉൾവലിഞ്ഞിരിക്കുക, സ്കൂളിൽ പോകാൻ റിഫ്യൂസ് ചെയ്യുക, ഉറങ്ങാതിരിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, ആത്മഹത്യാ പ്രവണത, പഠനത്തിൽ പിന്നോക്കാവസ്ഥ, സൂയിസൈഡൽ റിസ്ക് വളരെയധികം കൂടുതലാണ് അങ്ങനെയുള്ള കുട്ടികൾക്ക്. പിന്നീട് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നൊരു കണ്ടീഷനുണ്ട്. അതായത് ഇതെല്ലാം കഴിഞ്ഞു വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷം അവർക്ക് ഇതേ പ്രശ്നങ്ങൾ റീലിവ് ചെയ്യും. അവർ പുനരാവിഷ്കരിച്ച് കാണുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ രീതിയിൽ ഫ്ലാഷ് ബാക്സ് ആയിട്ട് അല്ലെങ്കിൽ ഓർമ്മകളായിട്ട് അല്ലെങ്കിൽ ദുസ്വപ്നങ്ങളായിട്ട് ഒക്കെയും അതേ ഇൻറ്റൻസിറ്റിയോടെ ആ കുട്ടികൾ വീണ്ടും അനുഭവിക്കുന്നു, വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യുന്നു, ലീവ് ചെയ്തു വരുന്നു. ആ ഒരു സാഹചര്യം വളരെ വേദനാജനകമാണ്. അപ്പം അങ്ങനെയൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ഈ ലഹരി ഉപയോഗത്തിലേക്ക് തിരിയുക, അങ്ങനെ മറ്റ് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഈ കുട്ടികൾക്ക് പിന്നീട് വരാനുള്ള സാധ്യത ഏറെയാണ്. ചെറിയ മക്കൾക്ക് തങ്ങൾ നേരിടുന്നത് ലൈംഗിക അതിക്രമമാണെന്ന് മനസ്സിലാവില്ല. അവർക്ക് അതുകൊണ്ട് തന്നെ മറ്റൊരാളോട് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. അപ്പൊ ഈ വിഷയത്തെ നമ്മൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? ചെറിയ കുട്ടികൾക്ക് ഇത് ഉണ്ടായി എന്ന് തന്നെ നമുക്ക് അറിയണമെന്നില്ല. ഇപ്പൊ തന്നെ ചില കേസസ് ഒക്കെ കൈവിട്ടു പോയി കഴിഞ്ഞ് ഇൻവെസ്റ്റിഗേഷനൊക്കെ വന്നു കഴിയുമ്പോഴായിരിക്കും ഒരു പക്ഷേ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിയുമ്പോഴായിരിക്കും ഈ കുട്ടി പീഡനത്തിന് ഇരയായി എന്ന് പോലും അറിയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്, അത് അങ്ങനെ അങ്ങ് പോകും, ഇത് തുടർന്നുകൊണ്ടേ പോകും. പിന്നീട് പെരുമാറ്റ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവരുടെ അടുത്ത് കൊണ്ടുവരുമ്പോൾ നമ്മൾ ചിക്കിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു അബ്യൂസിന്റെ ഹിസ്റ്ററി പലപ്പോഴും വരും. ചില ആൾക്കാർക്ക് 20 വയസ്സ് 30 വയസ്സ് 40 വയസ്സൊക്കെ, ഇന്ന് ഒരു 45 വയസ്സുള്ള ഒരു സ്ത്രീ അവർക്ക് അതിന് മുന്നേ 16ാമത്തെ വയസ്സിൽ നടന്ന ഒരു എക്സ്പീരിയൻസ് പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അവർക്ക് പക്ഷെ തുറന്നു പറയാനൊരു വേദി കിട്ടുന്നത്. തീരെ കുഞ്ഞുങ്ങൾക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്, അത് ശരിയാണ്. പക്ഷേ എന്തെങ്കിലും ഒരു തരത്തിൽ ചിലപ്പോൾ വേദനയോ മറ്റ് ശാരീരിക പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടി വേർബലൈസ് ചെയ്യാനായിട്ടൊരു സാധ്യതയുണ്ട്. പിന്നെ അസ്വാഭാവികത നിറഞ്ഞതാണെങ്കിൽ കൊച്ചിനൊരു പക്ഷേ ഭയം വരാൻ സാധ്യതയുണ്ട്. ഇതൊരു സെക്ഷൽ അബ്യൂസ് ആണെന്നുള്ള തിരിച്ചറിവില്ലെങ്കിൽ പോലും എന്തോ വേണ്ടാത്തത് നടന്നു എന്നുള്ളൊരു തിരിച്ചറിവ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു കുട്ടി എന്നുള്ള നിലയിൽ വേണ്ടാത്തതെന്തോ അരുതാത്തതെന്തോ നടന്നു എന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പെരുമാറ്റത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഉൾവലിയുകയോ അല്ലെങ്കിൽ ഭയം ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ അടുത്ത് പോകാൻ വിസമ്മതിക്കുകയോ ആ ഒരു സാഹചര്യത്തിൽ പോകാൻ വിസമ്മതിക്കുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഇരയായ കുട്ടിയെ നമ്മൾ കണ്ടുപിടിച്ച് അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിലുപരി ഇങ്ങനെ സാഹചര്യം ഉണ്ടാകാതെ ഇരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ആദ്യം ആലോചിക്കേണ്ടത്. അതായത് പ്രൈമറി ഡ്യൂട്ടി ഞാൻ പറഞ്ഞതുപോലെ അച്ഛനമ്മയ്ക്ക് തന്നെയാണ്. അവർ സ്വന്തമായിട്ട് ആ കുട്ടി സ്വയം പര്യാപ്തത ആർജിക്കുന്നത് വരെ അച്ഛൻ്റെയും അമ്മയുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു കണ്ണും ചെവിയും
കുട്ടികളുടെ പുറകെ തന്നെ വേണം. അത് നിർബന്ധമാണ്. കാരണം 90% ലൈംഗിക പീഡനങ്ങളും പരിചയമുള്ള വ്യക്തികളിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. അതിനകത്തൊരു തർക്കവും വേണ്ട. പരിചയമുള്ള വ്യക്തികളെന്ന് പറയുമ്പോൾ കുടുംബാംഗങ്ങളാവാം, അല്ലെങ്കിൽ കുട്ടിയെ സ്കൂൾ സംബന്ധമായിട്ട് കാര്യങ്ങൾ ഇടപെടുന്നവരാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത് താമസിക്കുന്നവരാകാം, നമ്മുടെ ഉറ്റവരെന്ന് കരുതുന്നവരാവാം. കുട്ടിക്ക് എവിടെയാണോ കംഫർട്ട് സോൺ അവർ തന്നെയാകാം. കാരണം അല്ലാത്ത ഇടങ്ങളിൽ, പരിചയമില്ലാത്ത ഇടങ്ങളിൽ കുട്ടി പോകാറില്ല, കംഫർട്ടബിളായിട്ട് നിൽക്കാറില്ല. അപരിചിതര് കുട്ടിയെ ഏതെങ്കിലും സാഹചര്യത്തിൽ മൊളസ്റ്റ് ചെയ്യുന്നതോ ഒക്കെ വളരെ കുറവാണ്. അതിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും നമുക്കപ്പോൾ ആരെയും ഇന്നത്തെ കാലത്ത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലയോ എന്ന്. ആ ചോദ്യം വളരെയധികം ഒരു സെൻസിറ്റീവാണ്, അതേപോലെ തന്നെ എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യവുമാണ്. ട്രസ്റ്റിൻ്റെ ഒരു ഇഷ്യൂ അല്ല, നമ്മൾ ഒരാളെ ട്രസ്റ്റ് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മുടെ കുട്ടിക്ക് സുരക്ഷ ഉറപ്പാക്കുക. മറ്റുള്ളവർ എങ്ങനെയാണോ എന്നുള്ളത് നമ്മൾ കൺസേണേ അല്ല. അവർ ഒരുപക്ഷെ വിശ്വസിക്കാമായിരിക്കാം, ഇല്ലായിരിക്കാം, നമുക്കറിയില്ല. അപ്പോൾ ആ രീതിയിലൊരു പ്രൊട്ടക്റ്റീവ് ഒരു എൻവയൺമെൻറ്റ് വളർന്നു വരുന്ന കുട്ടിക്ക് ആ കുട്ടി സ്വയം പര്യാപ്ത ആകുന്നത് വരെ കൊടുക്കുക എന്നുള്ളതാണ് മുഖ്യം. പിന്നെ ഈ കുട്ടിയെ നമ്മൾ പഠിപ്പിച്ചെടുക്കണം സ്വയം പ്രതിരോധിക്കാൻ. അതിനുള്ള ട്രെയിനിങ് പ്രായത്തിനനുസരിച്ച് കുട്ടിക്ക് കൊടുക്കേണ്ടതും ആവശ്യമാണ്. ഡോക്ടറിന്റെ അടുത്തെത്തുന്ന കുഞ്ഞുങ്ങളിൽ എന്ത് തരത്തിലുള്ള വൈകല്യങ്ങളാണ് കൂടുതൽ ഉണ്ടാവുക? അതായത് സ്വഭാവ വൈകല്യമാണോ, ആൻസൈറ്റി ആണോ, ഡിപ്രഷൻ ആണോ? കുട്ടികൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്താണ്? പെരുമാറ്റ പ്രശ്നങ്ങളുള്ള കുട്ടികൾ അധികം വരാറുണ്ട്. ഉദാഹരണത്തിന് പിരിവിരിപ്പുള്ളവർ, ADHD എന്നൊക്കെ പറയും, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ള, അടങ്ങിയിരിക്കായ്മ, ശ്രദ്ധയില്ലായ്മ, പഠനത്തിൽ അതുകൊണ്ട് പുറകോട്ട് വരിക, സ്കൂളിൽ നിന്നും പരാതി വരിക, പൊട്ടിത്തെറിക്കുക. പിന്നെ ഇപ്പോഴത്തെ ഒരു ഫാൻസി പ്രസൻറ്റേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഗെയിം അഡിക്ഷൻ, മൊബൈൽ അഡിക്ഷൻ, പ്രത്യേകിച്ചും കോവിഡ് സമ്മാനിച്ച ഒരു ഫാക്ടറാണ് ഇത്. അപ്പോൾ ആ തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾ വരിക, പറഞ്ഞ അനുസരിക്കാതെ വരിക, അങ്ങനെ ബിഹേവിയറൽ ഇഷ്യൂസ് ഉള്ള കുട്ടികൾ ധാരാളം വരാറുണ്ട്. വിഷാദരോഗമുള്ള കുട്ടികൾ വരാറുണ്ട്, ഉത്കണ്ഠയുള്ള കുട്ടികൾ വരാറുണ്ട്. ഈ വീട്ടിൽ അന്തരീക്ഷം മോശമായതുകൊണ്ട്, അതായത് അരക്ഷിതമായിട്ടുള്ള ബാല്യകാലത്തിലൂടെ കടന്നു പോകും. നമ്മൾ വിചാരിക്കും ഈ സൊസൈറ്റിയിൽ ഹൈ പൊസിഷനിലുള്ളവർ പോലും ഒരു പക്ഷേ മറൈറ്റൽ ഡിസ്കോർഡ് അല്ലെങ്കിൽ ഭാര്യ-ഭർതൃ ബന്ധത്തിൽ വിള്ളൽ വന്നു കഴിയുമ്പോൾ കുട്ടികളായിരിക്കും ഇരകളാകുന്നത്. അപ്പോൾ അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികൾ ഒക്കെയും തന്നെ വരാറുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള കുട്ടികളാണ് വരുന്നത്. പിന്നെ കുറച്ചുകൂടെ ഒരു അഡോളസെൻ്റ് ഏജ് ഒക്കെ ആകുമ്പോഴത്തേനും ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളും ധാരാളം വരാറുണ്ട്. കാരണം ഇപ്പോൾ അറിയാലോ, ലഹരി വളരെ സുലഭമായിട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഒരു 12, 13 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക്, അതിന് ചെറിയ കുട്ടികളും ഉപയോഗിച്ച് വരാറുണ്ട്. പക്ഷേ അത് കുറവാണ്. എന്നിരുന്നാലും ടീനേജേഴ്സിൻ്റെ ലഹരി അബ്യൂസും ഉണ്ട്. അപ്പോൾ ഈ കാലയളവിൽ അത്തരം പ്രസൻറ്റേഷൻ വരുന്ന കുട്ടികളുണ്ട്. എന്തിനേറെ പറയണ്ടു, ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് അല്ലെങ്കിൽ അത്തരം ചിന്തയുള്ള കുട്ടികൾ പോലും വരുന്നത് നമുക്ക് അതിൻ്റെ കണക്ക് ശരിക്കും ഒരു എന്താ പറയണത്, ഒരു വളരെ ഗണ്യമായ കണക്ക് തന്നെ ഉണ്ട്. ഇപ്പൊ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇപ്പൊ എനിക്ക് ഒരു ആങ്സൈറ്റി ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുതലാണ്, അങ്ങനെയൊക്കെ തോന്നാം. പക്ഷേ ഈ കുറച്ചും കൂടി ചെറിയ മക്കൾക്ക് ഞങ്ങൾ നേരിടുന്നത് ഒരു മാനസിക പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അവർ ചിലപ്പോൾ അത് തലവേദനയായിട്ടോ വയറുവേദനയായിട്ടോ ഒക്കെ ആയിരിക്കും നമ്മളോട് പറയുക. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇത് തിരിച്ചറിയുക നമ്മുടെ മക്കൾക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമാണ് എന്നുള്ളത്? കുട്ടികൾ, അതായത് നന്നേ ചെറിയ കുട്ടികൾക്ക് വേർബലൈസ് ചെയ്ത് എനിക്കിന്ന ആ പ്രശ്നം എന്ന് പറയാനായിട്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ തീർച്ചയായിട്ടും ഇത്തരം വ്യഥകളിലൂടെ കടന്നു പോകുന്ന കുട്ടികൾ മറ്റ് പല ലക്ഷണങ്ങളും കാണിക്കും, മറ്റു പല സൂചനകളും കാണിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ സ്കൂൾ റിഫ്യൂസൽ ഉണ്ടാവാം, സ്കൂളിൽ പോകാൻ മടി ഉണ്ടാവാം, അല്ലെങ്കിൽ ഉറക്കക്കുറവുണ്ടാകാം, ഭക്ഷണത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം, അതേപോലെ തന്നെ സന്തോഷമില്ലായ്മ, വെറുതെ അനാവശ്യമായ കാര്യങ്ങൾക്ക് വാശി പിടിക്കുക, പെട്ടെന്ന് ദേഷ്യം വരിക, പൊട്ടിത്തെറിക്കുക, അങ്ങനത്തെയൊക്കെ പെരുമാറ്റ പ്രശ്നങ്ങൾ കുട്ടികൾ കാണിച്ച് വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. വളരെയധികം മൂഡ് വേരിയേഷൻസ് കുട്ടികൾ കാണിക്കുക, അതുവരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിന് ഇൻട്രസ്റ്റ് ഇല്ലായ്മ വരിക, അങ്ങനത്തെയൊക്കെ വിഷയങ്ങൾ കാണിക്കാറുണ്ട്. പിന്നെ ക്രിസ്റ്റിന സൂചിപ്പിച്ചതുപോലെ തന്നെ ഫിസിക്കൽ സിംറ്റംസ് ആയിട്ട് അതിനെ പ്രസന്റ് ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് വിട്ടുമാറാത്ത ചുമ, ചില കുട്ടികൾ നിർത്താതെ ചുമച്ചുകൊണ്ട് വരും. അപ്പോൾ ആ ചുമ കേൾക്കുമ്പോഴേ അറിയാം നമുക്ക്, ഭയങ്കര ബ്രാസി കോഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിട്ടുമാറാത്ത ഒച്ചയിൽ ചുമയ്ക്കും, വയറുവേദന, അതേപോലെ തന്നെ ഛർദ്ദിക്കുക, ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റാതെ, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ എല്ലാം ഛർദ്ദിച്ച് കളയുക, കാലുവേദന, തലവേദന, അങ്ങനെ എന്തെങ്കിലും ശാരീരിക ലക്ഷണങ്ങളായിട്ട് കുട്ടികൾ വരാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പീഡിയാട്രീഷ്യൻ അല്ലെങ്കിൽ മറ്റ് ഇതര സ്പെഷ്യാലിറ്റി, ഇപ്പോൾ വയറുവേദനയാണ് ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ്, അങ്ങനെ തലവേദനയാണ് ന്യൂറോളജിസ്റ്റ്, അവരൊക്കെ കണ്ടിട്ടായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ അടുത്തേക്ക് വിടുന്നത്. അപ്പോൾ എങ്കിലും ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് നോക്കണം, വേണ്ട പരിശോധനകളെല്ലാം കിട്ടിയോ, മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പാക്കിയോ എന്ന് നോക്കണം. നമ്പർ 1. നമ്പർ 2, കുട്ടിയുടെ വളർന്നു വരുന്ന ഗാർഹിക സാമൂഹ്യ പശ്ചാത്തലം ഇൻക്ലൂഡിങ് സ്കൂളിലെ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എവിടെ നിന്നാണ് കുട്ടിക്ക് സമ്മർദ്ദം വരുന്നത്, എപ്പോൾ മുതലാണ് ഇത് തുടങ്ങിയത്, അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്ത് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റും ഈ പ്രസൻറ്റേഷൻ ഇപ്പോൾ തലവേദനയായിട്ടോ, അല്ലെങ്കിൽ ചില കുട്ടികൾ ഫിറ്റ്സ് ഇല്ലെങ്കിലും ഫിറ്റ്സ് പോലെ വരും,
അങ്ങനെ വരുന്ന കുട്ടികളുണ്ട്. അല്ലെ ചുമ, മറ്റ് ഇൻഫെക്ഷനൊന്നും ഇല്ലാതെയുള്ള ചുമയാണ്, ഇത് സ്ട്രെസ്സ് കാരണമുള്ളതാണെന്ന് നമുക്ക് അങ്ങനെ സ്ഥിരീകരിക്കാൻ പറ്റും. വൺസ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിന് ഏത് രീതിയിലാണ് വന്നത്, എന്താണ് കാരണം, ഇതിൻ്റെ ഉള്ളിലുള്ള കാരണം എന്താണ്, എന്തുകൊണ്ടാണ് ഇത്തരം ശാരീരിക പ്രശ്നങ്ങളായിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്, അതനുസരിച്ച് നമ്മളത് കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത്. കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം അവരുടെ മാനസികാരോഗ്യത്തെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്? ഓക്കെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ ഈ ഇൻ്റർനെറ്റ് അഡിക്ഷൻ എന്ന് പറയുന്നത് മനോരോഗത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി. അതൊരു പക്ഷേ ആർക്കും തന്നെ അറിയത്തില്ല. അത് അഡിക്ഷൻ എന്ന് പറയുന്നത് അത് ഗെയിമിംഗ് ഡിസോർഡർ ആവട്ടെ, ആ ഒരു പറഞ്ഞിരിക്കുന്നതിന് അധികമായിട്ട് ഉപയോഗിക്കുക, ഉപയോഗം നിർത്തുമ്പോൾ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാകുക, അതായത് ലഹരി ഉപയോഗിക്കുമ്പോൾ അത് നിർത്തുമ്പോഴുള്ള വിഡ്രോവൽ സിംറ്റംസ് പോലെ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാകുക, ഉറങ്ങാതെ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നും വ്യാപൃതരാവാതെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെയൊക്കെ ഇതിൻ്റെ പുറകെ പോകുക. അത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെന്നുണ്ടെങ്കിലും അഡിക്ഷൻ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു മാനസികാരോഗ്യ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഒരു ലഹരി വസ്തുവിന് അടിമയാകുന്ന അതേ പ്രശ്നങ്ങൾ ഈ കുട്ടിരും കാണിക്കും. കുഞ്ഞുങ്ങളിലെ മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽ സാധാരണക്കാരായ അമ്മമാർക്കോ അച്ഛന്മാർക്കോ ചിലപ്പം തങ്ങളുടെ കുട്ടിക്ക് മാനസികാരോഗ്യ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവില്ല. അപ്പം ഇതെങ്ങനെയാണ് അവർക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുക? കുട്ടികൾക്ക് മാനസികാരോഗ്യ പ്രശ്നം പലതരത്തിൽ വരാം. ഒന്നെന്ന് പറയണത് അവർക്ക് ഇപ്പം പഠന സംബന്ധമായിട്ടുള്ള, അതിനകത്തിലാണ് ADHD, ഇപ്പം അറ്റൻഷൻ ഡെഫിസിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പഠന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സ്പെസിഫിക് ലേണിംഗ് ഇഷ്യൂസ് വരാം. അതായത് ചില കുട്ടിക്ക് വായിക്കാൻ മാത്രമായിരിക്കും ബുദ്ധിമുട്ട്, ചിലർക്ക് ലാംഗ്വേജ് ആയിരിക്കും പ്രശ്നം, ചിലർക്ക് എഴുതാനായിരിക്കും പ്രശ്നം. അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പഠന വൈകല്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെയുള്ളത് എക്സ്റ്റേണലൈസിങ് ഡിസോർഡേഴ്സ് ഉണ്ട് കുട്ടികൾക്ക്, അതായത് പുറമേ കാണിക്കും, അക്രമാസക്തമാകുക, ഇപ്പോൾ പൂച്ചയുണ്ടെന്നുണ്ടെങ്കിൽ പൂച്ചയെ കല്ലെറിയുക, അല്ലെങ്കിൽ അനുസരണക്കേട് കാണിക്കുക, തർക്കുത്തരം പറയുക, വീട്ടിൽ മറ്റു കുട്ടികളുണ്ടെങ്കിൽ അവരെ ഉപദ്രവിക്കുക, മുതിർന്നവരെ ഉപദ്രവിക്കുക, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും പാലിക്കാതിരിക്കുക, കോണ്ടാക്ട് ഇഷ്യൂസ് വരിക, ഇപ്പോൾ വീട്ടിൽ നിന്നും പൈസ മോഷ്ടിച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ വീട്ടുകാരോട് പറയാതെ പുറത്തു പോയി സാധനങ്ങൾ വാങ്ങിക്കുക, ആരുടെയെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരിക. അപ്പോൾ അങ്ങനെ കോണ്ടാക്ട് പ്രോബ്ലംസ്, നിയമങ്ങളെ ലംഘിക്കാനുള്ള വ്യഗ്രത, ഇതൊക്കെയും എക്സ്റ്റേണലൈസ് ചെയ്തു പോകുന്ന പ്രശ്നങ്ങളാണ്. നേരെ മറിച്ച് ഇപ്പോൾ വിഷാദം അല്ലെങ്കിൽ ഉത്കണ്ഠ, ഇതൊക്കെയും തന്നെ കുട്ടികൾക്ക് വരാം. അതാകുമ്പോൾ ഇന്റേണലൈസ് ചെയ്ത് പോകുന്നതാണ്. അങ്ങനെയുള്ള കുട്ടികൾ അല്പം ചിലപ്പോൾ പിരിമുറുക്കത്തോടെ പെരുമാറും, അല്ലെങ്കിൽ ഉറങ്ങാതെ ഇരിക്കും, ഉൾവലിയാൻ ശ്രമിക്കാറുണ്ട്, അവോയ്ഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ സ്കൂളിൽ പോകുന്നതോ മറ്റെന്തെങ്കിലും കായിക കാര്യങ്ങളിൽ ഇടപെടുന്നതിനൊക്കെ അവോയ്ഡൻസ് കാണിക്കാറുണ്ട്. സങ്കടപ്പെട്ടിരിക്കുക, സംസാരം കുറയുക, ഇന്ററാക്ഷൻസ് കുറയുക, ചുറുക്ക് കുറയുക, പഠനത്തിൽ പിന്നോക്കാവസ്ഥ വരിക. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മാനസികാരോഗ്യ പ്രശ്നമാണെന്ന് തിരിച്ചറിയണം. പിന്നെ ഈ ADHD പോലെയുള്ള പ്രശ്നത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും പേരൻസ് തിരിച്ചറിയാറില്ല. കുട്ടികളുടെ ഈ പെരുമാറ്റ പ്രശ്നം എല്ലാം തന്നെ അത് നോർമലാണ്. ചിലപ്പോൾ ADHD കിഡ്സിനെ പേരൻസ് വർണ്ണിക്കുന്നത്, എസ്പെഷ്യലി ഗ്രാൻഡ് പേരൻസ് വർണ്ണിക്കുന്നത് അവൻ ഓവർ സ്മാർട്ട് ആണെന്നാണ്. അപ്പോൾ ഈ ബഹളം വയ്ക്കുക, വികൃതിയാകുക, അങ്ങോട്ട് ചാടുക, ഇങ്ങോട്ട് ഓടുക, തർക്കുത്തരം പറയുക, ഇതെല്ലാം കുട്ടിയുടെ സ്മാർട്ട്നെസ് ആയിട്ട് അവരെ തെറ്റിദ്ധരിക്കും. അപ്പോൾ അവരതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഇത്തരം വികലമായ സ്വഭാവമാണെങ്കിൽ പോലും അവൻ്റെ ഒരു സ്മാർട്ട്നെസ് ആണ്, അവൻ അപ്പം തന്നെ മിടുക്ക് കളിക്കുന്നു എന്നുള്ള നിലയിൽ അതിനെ കണ്ടു കഴിഞ്ഞാൽ അത് വളരെ അപകടകരമാണ്. കാരണം ഇങ്ങനെയുള്ള കുട്ടികളെ ഇത് നോർമലൈസ് ചെയ്തെന്നിടത്തോളം കാലം അവർക്കൊരു ഹെൽപ്പ് കിട്ടാതെ വരുന്നു, അവരെ ചാനലൈസ് ചെയ്ത് കറക്റ്റ് ആ ട്രീറ്റ്മെൻറ്റ് മോഡിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാതെ വരുന്നു. അപ്പോൾ ഈ കുട്ടികൾ സ്വാഭാവികമായിട്ടും മുതിർന്ന ഒരു അഡോളസൻ്റ് ആകുമ്പോൾ, കൗമാരപ്രായമാകുമ്പോൾ കൈപ്പിടിയിൽ നിൽക്കാതെ വരുന്നു. പിന്നെ 18 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവൻ്റെയോ ആ കുട്ടിയുടെയോ അനുവാദമില്ലാതെ ചികിത്സിക്കാൻ പോലും പറ്റാത്ത ഒരു തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു. അപ്പോൾ ഇത്തരം ബിഹേവിയറൽ ഇഷ്യൂസ് കാണുമ്പോൾ ഇത് പ്രശ്നമാണെന്നുള്ള തിരിച്ചറിവ്, ഒരു അവയർനെസ് ആണ് ആദ്യം പേരൻസിന് വേണ്ടത്. നമ്മൾ അതുപോലെ സ്ഥിരമായി കേൾക്കുന്ന ഒന്നാണ് സിബ്ലിങ്സ് റൈവലറി എന്ന് പറയുന്നത്. അതായത് മാതാപിതാക്കൾ പറയുന്ന മക്കൾ രണ്ടുപേരും ഭയങ്കര വഴക്കാണ്, അടിപിടിയാണ്. ഒരു സാധാരണ കുടുംബത്തിൽ അത് ചെറിയ ചെറിയ വഴക്കുകളൊക്കെ സാധാരണമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ചില വീടുകളിൽ സംഭവിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്, ഒരു സിബ്ലിങ്സ് റൈവലറി? സിബ്ലിംഗ് റൈവലറി എന്ന് പറയുന്നത്, ഒരു കുട്ടി ജനിച്ചു, അടുത്ത കുട്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും തനിക്ക് ഒരു കിട്ടേണ്ട അറ്റൻഷൻ കിട്ടാതെ വരുന്നു, ശ്രദ്ധ കിട്ടാതെ വരുന്നു, തനിക്ക് കിട്ടേണ്ട പ്രാധാന്യം നഷ്ടപ്പെടുന്നു, ശ്രദ്ധ മുഴുവൻ മറ്റേ കുട്ടിയിലേക്കാകുന്നു എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ താൻ റിജക്റ്റ് ചെയ്യപ്പെട്ടു, അവഗണിക്കപ്പെട്ടു എന്നുള്ളൊരു വിഷമം മറ്റു കുട്ടിക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു പെരുമാറ്റ പ്രശ്നമായിട്ടോ ഈവൻ വിഷാദമായിട്ടോ ഒക്കെ കുട്ടികൾ പ്രസൻറ്റ് ചെയ്യാം. ഇളയ കുട്ടികളെ ഉപദ്രവിക്കുന്ന സാഹചര്യം വരെ ഉണ്ടാകാം. ചിലപ്പോൾ പ്രത്യേകിച്ചും ഈ അടുത്ത കുട്ടി, അതായത് ഇപ്പോൾ കഴിവിലും ഒരുപാട് വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും. ഒരു കുട്ടി ചിലപ്പോൾ നന്നേ കാണാൻ ഭംഗിയായിരിക്കാം, മറ്റേ കുട്ടിക്ക് ആ കുട്ടിയുടെ നോട്ടത്തിൽ ചിലപ്പോൾ അത്ര ഉണ്ടെന്ന് തോന്നണമെന്നില്ല, അല്ലെങ്കിൽ പഠന കഴിവിന് വ്യത്യാസം വരാം. അപ്പോൾ ഇതൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അസൂയ എന്ന് പറഞ്ഞൊരു ഘടകം സ്വാഭാവികമായി
സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. അതൊക്കെ സിബ്ലിംഗ് റൈവൽറിയെ കൂട്ടാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ പരിധി വിട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു അറ്റൻഷൻ ആവശ്യമാണ്. കാരണം ഇൻഫാക്റ്റ് കുട്ടികൾ തമ്മിലുള്ള വൈരം കൂടിയിട്ട്, അത് ലോകമുണ്ടായ കാലം മുതലേ ഉള്ളതാണ് ആ സഹോദരങ്ങൾ തമ്മിലുള്ള വൈരം എന്ന് പറയുന്നത്. ആ സിബ്ലിംഗ് റൈവൽറി എന്ന് പറയുന്നത് ലോകമുണ്ടായ കാലം മുതലേ ഉള്ളതാണ്. പക്ഷേ അത് അക്രമാസക്തമാകുക എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ക്രൈം നടക്കുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിയുടെയോ രണ്ടുപേരുടെയോ മാനസിക നിലയ്ക്ക് തകർച്ച ഉണ്ടാകുന്ന രീതിയിലേക്ക് എത്തപ്പെടാനായിട്ട് അനുവദിച്ചുകൂടാ. അതിന്റെ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് തന്നെയാണ്. മാതാപിതാക്കൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? അടുത്ത കുട്ടി വരുന്നതിന് മുമ്പേ തന്നെ മറ്റു കുട്ടിയെ പ്രിപ്പയർ ചെയ്യുക, മാനസികമായിട്ട് ഒരുക്കുക എന്നുള്ളൊരു വലിയ ഘടകമാണ്. ഇൻഫാക്ട് പ്രഗ്നൻസി അടുത്ത് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ കുട്ടിയുമായി സംസാരമാകാം, ഇതിനെക്കുറിച്ചുള്ള ടോക്കാവാം. അപ്പോൾ ഇളയൊരു കുട്ടി വരുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നിനക്ക് വേണ്ടിയിട്ടാണ്, നിനക്ക് തരുന്ന ഒരു സമ്മാനമാണ് എന്നുള്ള നിലയിൽ തന്നെ അവതരിപ്പിക്കാം. അപ്പോൾ ആ രീതിയിലാകുമ്പോൾ കുട്ടിയും വളരെ പ്രതീക്ഷയോടെ, വളരെ സന്തോഷത്തോടെ, ഉന്മേഷത്തോടെ ഇതിൻ്റെ വരവിനെ കാത്തു നിൽക്കുന്ന രീതിയിൽ ആ കുട്ടിയെ ഒരുക്കിയെടുക്കണം. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടല്ല, നിന്റെ സ്വത്താണ് വരുന്ന ആള്, നീ അത് ശരിക്കും പറഞ്ഞാൽ നിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്, നിന്റെ ഒരു സ്വത്താണ് എന്നുള്ള നിലയിൽ അങ്ങനെ അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ കുറെ കൂടെ കംഫർട്ടബിൾ ആവും. അത് തന്നെയല്ല, മറ്റു കുട്ടി വരുമ്പോൾ അറ്റൻഷൻ സ്വാഭാവികമായിട്ട് കുറഞ്ഞു പോകും. കാരണം നമുക്ക് ടൈമിൻ്റെ പ്രശ്നമുണ്ട്, സമയപരിമിതിയുണ്ട്, ഉത്തരവാദിത്തങ്ങൾ മറ്റ് പല കാര്യങ്ങളിലും ഉള്ളപ്പോൾ ചിലപ്പോൾ ശ്രദ്ധ കൊടുക്കാൻ പറ്റാതെ വരും. അങ്ങനെ വന്ന് കഴിയുമ്പോൾ നമ്മൾ അഡീഷണലി ഈ കുട്ടിക്ക് വേണ്ടുന്ന ഇമോഷണൽ നർച്ചറിങ് ഉറപ്പാക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ തലത്തിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു വൈഭവം ഈ അച്ഛനും അമ്മയും കാണിക്കേണ്ടത് ആവശ്യമാണ്. മാതാപിതാക്കൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് കുട്ടികളെ ബാധിക്കുക? പലപ്പോഴും മാതാപിതാക്കളുടെ ഇടയിലുള്ള പ്രശ്നം വരുമ്പോൾ അത് രണ്ട് രീതിയിൽ വരാം. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടിത്തെറി, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാവും, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും മേലുപദ്രവം ഒക്കെ ഉണ്ടാവും. ഇത് വിറ്റ്നസ് ചെയ്യുന്ന കുട്ടിയായിരിക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന കുട്ടികൾക്കും ചിലപ്പോൾ രണ്ടെണ്ണം കിട്ടിയെന്ന് വരും. അപ്പോൾ അവർക്ക് ഇമോഷണൽ ട്രോമയായി, അവർക്ക് ഫിസിക്കൽ ട്രോമയായി. അത് തന്നെ ഈ വഴക്കിനിടയിൽ കുട്ടിയെ ശ്രദ്ധിക്കാൻ വേണ്ട രീതി പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെ കഴിയുമ്പോൾ അവിടെ ഒരു നിഗ്ലക്റ്റ് വരുന്നു, ഒരു നെഗ്ലിജൻസ് വരുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ കുട്ടിയെ അത് നന്നായി തന്നെ ബാധിക്കാം. പിന്നെ ചില മാതാപിതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടണമെന്നില്ല, പാസീവ് അഗ്രഷൻ ആയിരിക്കും. സൈലൻസിലൂടെ തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാറുണ്ട്. സൈലൻസിലോ അവരുടെ പ്രവൃത്തിയിലോ അവരുടെ മുഖഭാവത്തിലോ ഒക്കെ അവർ കൺവേ ചെയ്ത് പോകുന്നുണ്ടാവാം. അങ്ങനെ വന്നു കഴിയുമ്പോഴും ഇത്തരം മാതാപിതാക്കൾ ഹൈലി ഡിസ്ട്രസ്ഡ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പേരൻറ്റിങ്ങിനെ ബാധിക്കും. കുട്ടിക്ക് കിട്ടേണ്ട ഇമോഷണൽ നർച്ചറിങ്, അല്ലെങ്കിൽ കുട്ടിക്ക് കിട്ടേണ്ട വാത്സല്യം, സ്നേഹം, അല്ലെങ്കിൽ പരിലാളന, ഇതൊക്കെ കുറഞ്ഞു പോകുന്നു. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അത്തരം സാഹചര്യത്തിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. കാരണം അവരും ഈ സമ്മർദ്ദവും പിരിമുറുക്കവും ആ ഒരു അന്തരീക്ഷമാണ്, അവരുടെ ആ ഒരു അന്തരീക്ഷത്തിൽ പോലും ആ ടെൻഷൻ ഫീൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിലുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും മാനസിക പ്രശ്നങ്ങളുടെ തോത് ഏറെയാണ്. മാതാപിതാക്കൾക്ക് ചിലപ്പോൾ വിവാഹമോചിതം നേടേണ്ടി വരാറുണ്ട്, അത് കുട്ടികളെ ബാധിക്കാറുണ്ട്. അപ്പോൾ മാതാപിതാക്കൾ അതിന് മുൻപ് എടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അതായത് കോ പാരന്റിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇപ്പോൾ ഉണ്ട്. വേർപെട്ട് കഴിയുന്നതിന് മുൻപേ തന്നെ, അതായത് യാതൊരു കാരണവശാലും ഈ വേർപാട് അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് കുട്ടിയെ ബാധിച്ചുകൂടാ എന്നുള്ള ഉത്തരവാദിത്തം രണ്ടുപേരും എടുക്കണം. അപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് കാരണം കൊണ്ട് ഡിവോഴ്സ് നടന്നു എന്നുള്ളതാണ്. ഇപ്പം ഒരാൾ മദ്യപാനം അല്ലെങ്കിൽ ലഹരി ഉപയോഗം, മറ്റ് പെരുമാറ്റ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആളിൻ്റെ അടുത്ത് തന്നെ കുട്ടിയെ പറഞ്ഞു വിട്ടിട്ട് അർത്ഥമില്ല. അപ്പോൾ കുട്ടി എൻ്റെ ജീവിത പങ്കാളി കാര്യം പറഞ്ഞാൽ എനിക്ക് ആ ആളുമായി ഒത്തുപോകാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ആ ആൾ ആസ് സച്ച് പ്രശ്നമില്ലാത്ത ആളാണെങ്കിൽ മാത്രമേ കുട്ടിയെ അങ്ങോട്ട് വിടാനോ അല്ലെങ്കിൽ കോ പേരൻറ്റിങ്ങിന് ശ്രമിക്കാൻ പാടുള്ളൂ. അതൊന്നാമത്തെ കാര്യം. അല്ലെങ്കിൽ സിംഗിൾ പേരൻറ്റിങ് തന്നെയാണ് നല്ലത്. കാരണം നമ്മൾ അവരുടെയും കൂടെ ഹെൽപ്പ് എടുക്കുമ്പോൾ അത് പണ്ടത്തേതിനെക്കാട്ടിലും മോശാവസ്ഥയിലേക്ക് പോകാൻ പാടില്ലല്ലോ. പ്രത്യേകിച്ചും ഡിവോഴ്സ് കഴിഞ്ഞ് അച്ഛൻ്റെ കസ്റ്റോഡിയനിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ വിട്ടുകൊടുത്ത കുട്ടികളെ സെക്ഷലി അബ്യൂസ് ചെയ്ത കേസസ് എനിക്ക് അറിയാവുന്നതുണ്ട്. അപ്പോൾ അത്രയും അൺസേഫാണ്. അപ്പോൾ കൊടുത്തു വിടുമ്പോഴോ അല്ലെങ്കിൽ കോ പേരൻറ്റിങ് ഉദ്ദേശിക്കുമ്പോഴോ മറ്റേ ആൾ മാനസിക ആരോഗ്യപരമായിട്ടും അല്ലെങ്കിൽ സ്വഭാവപരമായിട്ടും എനിക്ക് ചേർന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും ആളല്ല, അതർവൈസ് ഹീസ് ഓക്കെ അല്ലെങ്കിൽ ഷീസ് ഓക്കെ എന്നുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കോ പേരൻറ്റിങ്ങിന് പോകാൻ പാടുള്ളൂ. പിന്നെ ഡിവോഴ്സ് ആകുന്നതിന് മുമ്പേ തന്നെ, ഇപ്പോൾ കോ പേരൻറ്റിങ് താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ആകുന്നതിന് മുൻപേ തന്നെ അതിന് തീരുമാനങ്ങൾ എടുക്കണം. നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, നമ്മൾ തമ്മിലുള്ള ഈ ഫൈറ്റ്സ്, നമ്മൾ തമ്മിലുള്ള ഈഗോ ക്ലാഷസ്, ഇതൊന്നും കുട്ടിയെ ബാധിക്കാൻ പാടില്ല. കുട്ടിയുടെ മുൻപിൽ വെച്ച് വഴക്കിടാൻ പാടില്ല. കുട്ടിക്കും കൂടെ നല്ലൊരു സാഹചര്യം കിട്ടിക്കോട്ടെ എന്ന് വെച്ചായിരിക്കാം ഒരു പക്ഷെ പിരിയുന്നത്.
അപ്പോൾ പിരിഞ്ഞു കഴിയുമ്പോൾ അതിനെക്കാട്ടിലും മോശം സാഹചര്യം കൊടുക്കുകയല്ല, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, കുട്ടിയെ സംബന്ധിച്ചുള്ള ഉത്തരവാദിത്തങ്ങൾ മുൻകൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ധാരണയിലെത്തണം. എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ ആരൊക്കെയാണ് വഹിക്കാൻ പോകുന്നത്, അതൊക്കെ ആ രീതിയിൽ തന്നെ കൊണ്ടുപോവുകയും വേണം. ആ രീതിയിൽ തന്നെ അത് തന്നെയല്ലേ ചിലപ്പോൾ ഇവർ പുനർവിവാഹം ഒരുപക്ഷെ ആലോചിച്ചേക്കാം. ആ സമയത്തും കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് ആരും ഇല്ലാത്തൊരവസ്ഥ എന്നുള്ള നിലയിൽ വരാൻ പാടില്ല. അത്തരം സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും വളരെയധികം ജാഗ്രതയോടെ കുട്ടികളോട് ചർച്ച ചെയ്ത് അവർക്കൊരു മാനസികാഘാതം വരാത്ത രീതിയിൽ വേണം അത്തരം ചുവടുവെപ്പുകൾ വയ്ക്കാൻ. മാതാപിതാക്കൾ വേർപിരിയാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കുട്ടികളുമായി ഇതെങ്ങനെയാണ് ആശയവിനിമയം നടത്തേണ്ടത്? പേരൻസ് സെപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ, തീരെ പൊടിക്കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ, കുഞ്ഞു കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് മാരേജ്, എന്താണ് ഡിവോഴ്സ് എന്ന് പോലും അവർക്ക് അറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും കുട്ടികൾ അവരുടെ ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു രീതി കാരണം മറ്റേ പേരൻറ്റിനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയാറുമുണ്ട്. അങ്ങനത്തെ അനുഭവങ്ങളും എനിക്കറിയാം. നേരെ മറിച്ച് ഇപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്വഭാവ പെരുമാറ്റം വൺ ഓഫ് ദ പേരൻസിനുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾ സ്വാഭാവികമായിട്ട് സ്റ്റേബിളായിട്ടുള്ള ആളുമായിട്ടായിരിക്കും അറ്റാച്ച്മെൻറ്റ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ എളുപ്പമുണ്ട്. കാരണം അവരോട് പറഞ്ഞ് മനസ്സിലാക്കാം. അതായത് സെപ്പറേഷനെ കുറിച്ച് പറയാനും അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുമുള്ള പ്രായമായോ എന്ന് വേണം ആദ്യം നോക്കാൻ. പ്രായമായില്ലെങ്കിൽ നമ്മൾ അവരോട് പറഞ്ഞെങ്കിലും കുട്ടികൾക്ക് ഒരുവിധമൊക്കെ മനസ്സിലാവും. കാരണം എന്ന് വെച്ചാൽ വീട്ടുകാരുടെ സംസാരം അല്ലെങ്കിൽ മറ്റൊരു ഡിസ്കഷൻ കോടതിയിൽ വിളിപ്പിക്കുക. കുട്ടികളെയും തീർച്ചയായിട്ടും കോടതിയിൽ വിളിപ്പിക്കും. അപ്പോൾ അവരോട് ചോദിക്കും. ഒരു പക്ഷേ ജഡ്ജ് തന്നെ അവരോട് നേരിട്ട് അവരോട് എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഇൻറ്ററാക്ട് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കും മനസ്സിലാകും എന്തൊക്കെയോ നടക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പോൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക, എന്ത് വന്നാലും നിങ്ങൾക്ക് ഒരു കുറവും വരുത്തില്ല എന്നുള്ള നിലയിൽ അതിനെ അവതരിപ്പിക്കുകയാണ് വേണ്ടത്. ഉചിതമായിട്ടുള്ള രീതിയിൽ കുട്ടികളുടെ അടുത്ത് അത് അവതരിപ്പിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഇമ്പാക്റ്റ് നെഗറ്റീവായിട്ട് ഉണ്ടാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതും കൂടി ഒരു ബാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കണം. കാരണം ഇത് കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഒരു മീഡിയേറ്ററിനെ ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മെൻ്റൽ പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് അവർക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് ശരിയാവുന്നില്ല അല്ലെങ്കിൽ അവർക്കതൊരു ഒരു ഒരു മെൻ്റൽ ട്രോമ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ സഹായം തേടാവുന്നതാണ്. പിന്നെ ഈ വഴക്കിൻ്റെയൊക്കെ ഇടയ്ക്ക് എത്രമാത്രം അതൊക്കെ കുട്ടിയെ ബാധിച്ചു എന്നുള്ളതും നിർണായകമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരം കുട്ടികളെ തീർച്ചയായിട്ടും ഈ തരത്തിലുള്ള ഒരു ഗൈഡൻസ് എടുക്കേണ്ടതും അനിവാര്യമാണ്. അതുപോലെ തന്നെ മാതാപിതാക്കളെ വിവാഹമോചിതരായി കഴിഞ്ഞാൽ ചിലപ്പോൾ 2 കുട്ടികളുണ്ടെങ്കിൽ അവർ 2 ഇടങ്ങളിലായി നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരു കുട്ടി തന്നെ 2 ഇടത്തായി നിൽക്കേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടാവും. ഇത് അവരുടെ മെന്റൽ ഹെൽത്തിനെ എങ്ങനെയാണ് ബാധിക്കുക? അത് എഗെയിൻ പ്രായം അനുസരിച്ചിട്ടാണ്. ഇപ്പം നല്ല ഒരുവിധം പ്രായമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരതങ്ങനെ കോപ്പ് ചെയ്ത് പോകും. ഉദാഹരണത്തിന് മൺഡേ ടു സാറ്റർഡേ ഒരാളുടെ അടുത്ത്, സൺഡേ മാത്രം മറ്റൊരാളുടെ അടുത്ത്. അപ്പം അങ്ങനെയൊക്കെ പോകുമ്പോൾ എന്ത് തന്നെയാണെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും തണലിൽ ഒരേ രീതിയിൽ വളർന്നു വരുന്ന കുട്ടികളും ഇവരും തമ്മിൽ അവർക്കുണ്ടാകുന്ന സ്ട്രെസ്സ് വ്യത്യാസമാണ്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. പക്ഷേ ആ ഒരു സ്ട്രെസ്സ് വന്നു കഴിയുമ്പോൾ എത്രമാത്രം അതിനെ ലഘൂകരിച്ച് നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ തരത്തിൽ പോകുമ്പോൾ കുട്ടികൾക്ക് ഒരു കംഫർട്ട് സോൺ തീർച്ചയായിട്ടും അവിടെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെയല്ല മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു പക്ഷേ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാവണമെന്നില്ല, അവിടുത്തെ രീതികൾ അവർക്ക് ഇഷ്ടപ്പെട്ടതാവണമെന്നില്ല, അവർ ഉദ്ദേശിച്ച രീതിയിലാവണമെന്നില്ല, അതുവരെ ആ കുട്ടികൾക്ക് ലഭിച്ച രീതി ആവണമെന്നില്ല. അപ്പോൾ അതൊക്കെ വ്യതിയാനങ്ങൾ വരും. അതൊക്കെയും തന്നെ ആ കുട്ടികളെ തീർച്ചയായിട്ടും ബാധിക്കും. പക്ഷെ അത് ബാധിക്കാത്ത രീതിയിൽ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് കോ പേരൻറ്റിങ്ങിൻ്റെ ഒരു പ്രധാന കാര്യം. അതുപോലെ തന്നെ സ്കൂളിലെ സമ്മർദ്ദം അതൊരു വലിയ വിഷയമായി തന്നെ ഇപ്പം ചർച്ചയ്ക്ക് വരാറുണ്ട്. അത് കുട്ടികളുടെ മാനസികാരോഗ്യത്തെ എങ്ങനെയാണ് ബാധിക്കുക? അതിൽ നിന്ന് പുറത്തു വരാൻ കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞാൽ സ്കൂളിലെ സമ്മർദ്ദം പണ്ട് കാലത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കുറവാണ്. നമ്മൾ എപ്പോഴും പറയും പോർഷൻസ് കൂടുതലാണ്, കുട്ടികൾക്ക് ഭയങ്കര സമ്മർദ്ദം, എല്ലാവർക്കും A+ വേണമെന്നുള്ളൊരു സ്ട്രെസ്സ്, ടീച്ചേഴ്സ് അമിതമായിട്ട് സമ്മർദ്ദം ചെലുത്തുന്നു. അതിനെക്കാട്ടിലും ഉപരി യാഥാർത്ഥ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പം പ്രശ്നങ്ങളെ നേരിടാനുള്ള പ്രാപ്തി കുറവാണെന്നുള്ളതാണ് വസ്തുത. സമ്മർദ്ദം ലോകമുണ്ടായ കാലം മുതലേ ഉണ്ട്. അതൊരു പുതിയ സംഭവമേ അല്ല. പക്ഷെ പണ്ട് കുട്ടികൾ ഇതിനെക്കാട്ടിലും നന്നായി സമ്മർദ്ദത്തെ അതിജീവിക്കാനുള്ള റെസീലിയൻസ് അവർക്കുണ്ടായിരുന്നു, അതിനുള്ള വൈഭവം അവർക്കുണ്ടായിരുന്നു. ഒന്ന് തോറ്റാൽ ഞാൻ അടുത്ത പ്രാവശ്യം എഴുതും മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതിന് ഞാൻ ഫെയിലായാൽ ഞാൻ അടുത്തതിന് പോകും, എനിക്ക് പഠിക്കാൻ കഴിയില്ലയോ വേണ്ട ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യും, എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യും, അല്ല ഞാൻ മറ്റേതെങ്കിലും ഒരു തലത്തിൽ വേറെ എന്തെങ്കിലും ഒരു ഓക്യുപ്പേഷൻ തേടി പോകും, അത്രേ ഉള്ളൂ. ഇപ്പം അങ്ങനെയല്ല. എല്ലാ കുട്ടികൾക്കും ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കളും ടീച്ചേഴ്സുമാണ് അവർക്ക് സമ്മർദ്ദം കൊടുക്കുന്നതിൻ്റെ ഒരു കാരണം. കാരണം അവർക്ക് പണ്ടെന്ന് പറഞ്ഞാൽ പഠിക്കാൻ കഴിവുള്ളവർ
മാത്രം 10ാം ക്ലാസ് വരെ എത്തുള്ളൂ, അല്ലെങ്കിൽ 5ാം ക്ലാസ് മുതലേ ഡ്രോപ്പ് ഔട്ട് ആയിട്ട് അങ്ങ് മാറും. അപ്പോൾ അവരെ ആരും പ്രഷറൈസ് ചെയ്യുന്നില്ല, എങ്കിലും അവരാരും ജീവിതത്തിൽ തോറ്റുപോയിട്ടില്ല. അവരെല്ലാം അവരുടെ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ഒന്നിൽ കൃഷി ചെയ്തോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്തോ മറ്റെന്തെങ്കിലും തരത്തിൽ അവർ മുന്നോട്ട് തന്നെ വരാറുണ്ട്. എല്ലാവരും ഇപ്പോൾ പഠിച്ചല്ലല്ലോ മുന്നോട്ട് വരുന്നത്, പക്ഷേ എല്ലാവരും സക്സസ്ഫുൾ ആണ്. പഠിക്കാത്തവനും പഠിക്കുന്നവനും എല്ലാവരും ഒരേ രീതിയിൽ സക്സസ്ഫുൾ ആണ്. ഇപ്പോൾ അങ്ങനെയല്ല, പഠിച്ചെങ്കിൽ മാത്രമേ സക്സസ് ഉള്ളൂ എന്നുള്ള ഒരു ലേബൽ തന്നെ മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, കുട്ടികൾക്ക് തോൽക്കാൻ അറിഞ്ഞുകൂടാ. ഒരു ഗെയിമിന് തോറ്റാൽ ഞാൻ ജീവിതത്തിൽ തോറ്റു, ഗേൾ ഫ്രണ്ട് നോ എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ തോറ്റു, ബോയ് ഫ്രണ്ട് ഇട്ടിട്ട് പോയാൽ ഉടനെ കൈ മുറിക്കും, എവിടെയെങ്കിലും ടീച്ചേഴ്സ് ഒന്ന് വഴക്ക് പറഞ്ഞാൽ ഉടനെ ആത്മഹത്യക്ക് ശ്രമിക്കും. അപ്പോഴേക്കും പേരൻസ് എന്താണ്, ടീച്ചർ മാനസികമായിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അതിൻ്റെ ഇത് മോശമായിട്ട് പെരുമാറുന്ന ടീച്ചേഴ്സ് ഉണ്ട് തീർച്ചയായിട്ടും. കാരണം അവരുടെ സ്ട്രെസ് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളൊക്കെയും ഈ കുട്ടികളുടെ മുകളിലിടുന്ന ടീച്ചേഴ്സ് ഉണ്ട്, ഇല്ലായിരിക്കില്ല. അവിടെ റെക്ടിഫൈ ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഉള്ള ടീച്ചേഴ്സ് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല. പോട്ടെ, ടീച്ചർ മോശമായിട്ട് പെരുമാറിയാലും എൻ്റെ കുട്ടി അതിനെ ചെറുത്ത് നിന്ന് പൊരുതി ജയിക്കാനുള്ള പ്രാപ്തി ഞാൻ ഉണ്ടാക്കി കൊടുക്കണം. അതാണ് വേണ്ടത്. കാരണം നമുക്കെപ്പോഴും സാഹചര്യം വളരെ മോശമാണ്, എപ്പോഴും ആ സാഹചര്യം മോശമായതുകൊണ്ട് ഞാൻ ഇങ്ങനെയായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര മോശം സാഹചര്യമാണെങ്കിലും കരുത്തുറ്റ കുഞ്ഞുങ്ങളായിട്ട് വാർത്തെടുക്കാനുള്ള ചുമതല മാതാപിതാക്കൾ കാണിക്കണം. തീയിൽ കുരുത്തെങ്കിൽ വെയിലത്ത് പാടില്ല. അപ്പം ആ തരത്തിലുള്ള ട്രെയിനിങ് വീട്ടിൽ കൊടുക്കുന്നില്ല ഇപ്പം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പേരൻറ്റിങ്ങിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒരുപാട് വ്യതിയാനങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന് ചോദിച്ചാൽ 10 കൊടുക്കും, എപ്പോഴും പാമ്പർ ചെയ്ത് വളർത്തും. അത് തന്നെയല്ല, അവർക്ക് നോ കേട്ടിട്ടില്ല. എന്തെങ്കിലും ചോദിച്ചാൽ അപ്പോൾ മേടിച്ചു കൊടുക്കുന്ന ഒരു സിദ്ധാന്തം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു സ്നേക്ക് ആൻഡ് ലാഡർ കളിച്ചാലോ ചെസ് കളിച്ചാലോ തോറ്റു കൊടുക്കും. കാരണം കുട്ടി ജയിക്കുമ്പോൾ അവൻ്റെ മുഖത്തെ ഹാപ്പിനെസ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെയെല്ലാം ജയിപ്പിച്ച് ശീലിച്ചിട്ട് 8ാം ക്ലാസ് വരുമ്പോൾ ബോയ് ഫ്രണ്ട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് സ്വീകരിക്കാനായിട്ട് പറ്റാതെ വരും. അല്ലെ, ഇത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റിജക്ഷനായി, അവിടെ അതിനെ നേരിടാൻ പറ്റാതെ. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ കുട്ടികൾക്ക് നേരിടാനുള്ള പ്രാപ്തി നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ശരി. അതുപോലെ തന്നെ നമ്മളിപ്പം മെൻഷൻ ചെയ്തല്ലോ, ചില അധ്യാപകർക്ക് ഒരു സ്വഭാവവൈകല്യമോ അല്ലെങ്കിൽ അവരുടെ ഒരു സ്ട്രെസ്സോ നമ്മൾ വിദ്യാർത്ഥികൾ അടിച്ചേൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പം കുട്ടികൾ പറയുന്നുണ്ട് അത്തരം വിഷയങ്ങൾ അവർ വർഷങ്ങൾക്ക് ശേഷം ഒരു ട്രോമയായി പറയാറുണ്ട്. ഈ വിഷയത്തെ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? പുറത്തു വരാൻ എന്താണ് ചെയ്യേണ്ടത് ഇത്തരം ട്രോമകളിൽ? അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട്. കാരണം അധ്യാപകരുടെ ഒരു രീതി അറിയാമല്ലോ, അവർക്ക് പഠിപ്പിച്ചേ ശീലമുള്ളൂ, മറ്റുള്ളവരെ തിരുത്തിയേ ശീലമുള്ളൂ. അവർ സ്വയം തിരുത്തി, അവർക്ക് അങ്ങനെ ഒരു ശീലമില്ല. അവരുടെ പ്രൊഫഷൻ തന്നെ അങ്ങനെയാണ്. പിന്നെ മുൻകാല അധ്യാപകർ ഇപ്പോഴും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ജോലി കിട്ടുക, വരുമാന മാർഗം എന്ന് മാത്രം കണ്ടുപോകുന്നവർ നല്ലപോലെയുണ്ട്. അല്ലെങ്കിൽ അധ്യാപനം ഒരു പാഷനായിട്ട് കണക്കാക്കി അത് അധ്യാപകരുടെ ഇടയിൽ മാത്രമല്ല, ഡോക്ടേഴ്സും എല്ലാവരും ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഒരു ഇത് മാത്രമായിട്ട് പറയുന്നില്ല. അപ്പോൾ ഒരു വരുമാന മാർഗമായിട്ട് മാത്രം കാണുകയാണെങ്കിൽ അതിനൊരു പാഷൻ വരുന്നില്ല. അപ്പോൾ ആത്മാർത്ഥത കുറയും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും അവർക്ക് ചിലപ്പോൾ വേറെ പലതും സ്വപ്നം കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു ജോലി കിട്ടിയത്, അവർക്ക് അതായിരുന്നിരിക്കില്ല വേണ്ടത്. അപ്പോൾ ആ ഫ്രസ്ട്രേഷനൊക്കെ ഈ കുട്ടികളുടെ മുകളിൽ തീർക്കാറുണ്ട്. പിന്നെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അധ്യാപകരും എന്താ പറയുന്നത്, പാർഷ്യാലിറ്റി കാണിക്കുക എന്നുള്ളത് അവരൊക്കെ നിഷേധിച്ചാലും അതൊരു സത്യമാണ്. ഏറെക്കുറെയൊക്കെ ചിലപ്പോൾ എല്ലാവരും ഞാൻ അടച്ച് പറയുന്നില്ല, പക്ഷെ ഒരു ചെറിയ ശതമാനമെങ്കിലും അങ്ങനെ പ്രശ്നങ്ങൾ ഉള്ള സ്ഥലങ്ങളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ചില ഇടങ്ങളിലൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്, കുട്ടികളെ സ്പൈ വർക്ക് ചെയ്യിപ്പിക്കുക. അതായത് ബാക്കി കുട്ടികളുടെ വിവരങ്ങളെല്ലാം ചെന്ന് പറഞ്ഞു കൊടുക്കുക, അതിനൊരു സ്പൈയെ അവർ അപ്പോയിന്റ് ചെയ്ത് വയ്ക്കാറുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ പാടുള്ളതല്ല. അപ്പം ആ തരത്തിലുള്ള അധപ്പതിച്ച രീതികൾ ചിലയിടത്തെങ്കിലും ഉണ്ട്. അത് ഒരുപാടില്ലെങ്കിൽ പോലും ഇപ്പോൾ 1% ആണെങ്കിൽ പോലും അത് ഉണ്ടാക്കുന്ന ഡാമേജ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. എല്ലാ അധ്യാപകരും എന്ന് ഞാൻ പറയുന്നില്ല, 99% നല്ല ടീച്ചേഴ്സ് തന്നെയാണ്. പക്ഷെ ഒരു 1% ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ മറ്റെല്ലാ പ്രൊഫഷനും ഉള്ള പോലെ തന്നെ ഇങ്ങനെ ഒരു 1% ഉണ്ടാവാം. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് അത് വലിയൊരു ഡിമോറലൈസ്ഡ് ആകുന്ന ഒരു അവസ്ഥ, അവരെ നാണം കെടുത്തിയ അവസ്ഥ, അവർക്കത് എന്നും ഒരു വേദനയായിട്ട് മനസ്സിൽ കിടക്കുക, അവരെ ഇൻസൾട്ട് ചെയ്യുന്ന അവസ്ഥ, അല്ലെങ്കിൽ അവരെ പരിഗണിക്കാത്ത അവസ്ഥ, അവരെക്കുറിച്ച് മോശം പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു അവസ്ഥ, അതൊക്കെയും ഉണ്ടാവാറുണ്ട്. അപ്പം ആ തരത്തിലൊക്കെ വന്നു കഴിയുമ്പോൾ അവർക്കത് വലിയൊരു വേദനയായിട്ട് വരാറുണ്ട്. അവിടെയൊക്കെ ഞാൻ പറഞ്ഞത്, അതായത് പ്രൈമറിലി ഉത്തരവാദിത്വം പേരൻസാണ് നമ്മുടെ കുട്ടികളെ കരുത്തുറ്റവരായിട്ട് വാർത്തെടുക്കേണ്ടത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും പേരൻസിൻ്റെ ഒരു ധർമ്മസങ്കടം എന്ന് പറയുന്നത്, ആ സ്കൂൾ ഒരു പക്ഷേ അവർക്ക് ഇഷ്ടമായിരിക്കും, ഈ ഒരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് വലിയ വിവാദമാകും.
വിവാദമാകുമ്പോൾ തൻ്റെ കുട്ടി വീണ്ടും അവിടെ കണ്ടിന്യൂ ചെയ്യേണ്ടതാണ് എന്ന് വിചാരിച്ച് പലപ്പോഴും പേരൻസ് റെസ്പോണ്ട് ചെയ്യാതെ പറ്റും. കോംപ്രമൈസിന് അതെ, പേരൻസ് കോംപ്രമൈസ് എന്ന് പറയാൻ പറ്റത്തില്ല, അവർ റെസ്പോണ്ട് ചെയ്യത്തില്ല, അവരങ്ങ് സഹിച്ച് പോകും. അപ്പോൾ ഈ സഹിച്ച് പോകുന്നതനുസരിച്ച് കുട്ടിയുടെ ഒരു ട്രോമായും കൂടി വരുന്നു. അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ കുട്ടിയാണ് വലുത്, അല്ലാതെ മറ്റ് സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ആ സ്കൂളിൽ പഠിപ്പിക്കുമോ എന്നുള്ളതല്ല. ആ സ്കൂൾ അല്ലെങ്കിൽ മറ്റൊരു സ്കൂൾ. അപ്പോൾ അവിടെ നമ്മളൊരു തിരിച്ചറിവ് പേരൻസിനാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ ഇത് എൻ്റെ കുട്ടിയുടെ പ്രശ്നമാണോ അതോ അധ്യാപകരുടെ പ്രശ്നമാണോ എന്നുള്ള കറക്റ്റ് അനാലിസിസ് പേരൻസ് നടത്തണം. ഇല്ലെങ്കിൽ അത് വലിയ ഒരു നഷ്ടവും തോൽവിയുമായിട്ട് മാറും. എൻ്റെ കുട്ടിയുടെ പ്രശ്നമാണെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതിന് ബാക്കി അധ്യാപകരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, എൻ്റെ കുട്ടിക്ക് പ്രശ്നമില്ല, 100% അവരുടെ തന്നെ പ്രശ്നമാണെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പല രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാം. നമുക്ക് പോയി സംസാരിക്കാം. ഒന്നും പറ്റിയില്ലെങ്കിൽ സ്കൂൾ മാറ്റാമല്ലോ, വേറെ എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട്. കുട്ടികളിലെ ആത്മഹത്യാ പ്രവണത അല്ലെങ്കിൽ സ്വയം ഉപദ്രവിക്കാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇത്തരം വിഷയങ്ങളെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? നോക്കൂ, അത് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ, ഈ വ്യക്തിത്വ വൈകല്യത്തിലാണ് കൂടുതലും ഈ സെൽഫ് ഹാം ടെൻഡൻസീസ് വരുന്നത്. ഈ പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടും അവർ വളർന്നു വരുന്ന സാഹചര്യത്തിൻ്റെ പ്രശ്നം കൊണ്ടും സമ്മർദ്ദം കൊണ്ടും ഒക്കെ അവരുടെ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ എന്തെങ്കിലും സെൽഫ് ഹാം, ചെറിയൊരു വരയായിരിക്കാം, ബ്ലേഡ് ഇട്ടൊരു വരയായിരിക്കാം, അല്ലെങ്കിൽ 2 പാരസ്റ്റമോൾ വിഴുങ്ങുക, ഒരു സ്പൂൺ ഹാർപ്പിക്ക് വിഴുങ്ങുക, അത് വലിയൊരു സീരിയസ് അറ്റംപ്റ്റ് ആവണമെന്നില്ല. അത്തരം ഡെലിബറേറ്റ് സെൽഫ് ഹാംസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പെരുമാറ്റ പ്രശ്നങ്ങളുള്ള കുട്ടികളെ അത് ചികിത്സിച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ അവരെ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്, വിഷാദം പോലുള്ള ഗുരുതര മാനസികാരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ അത് നമ്മൾ പിക്ക് ചെയ്യാതെ പോകരുത്. അത് ഐഡൻറ്റിഫൈ ചെയ്യാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ സീരിയസ് അറ്റംപ്റ്റിലേക്കോ അല്ലെങ്കിൽ ആത്മഹത്യ, കംപ്ലീറ്റ് സൂയിസൈഡിലേക്കോ ഒക്കെ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം അത് നമ്മൾ തിരിച്ചറിയുക. ഇത് പെരുമാറ്റ പ്രശ്നം കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും ഇത് കൊണ്ടാണോ? ഇത്തരം സെൽഫ് ഹാം ടെൻഡൻസി ഉണ്ടെങ്കിൽ 100% ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ടത് നിർബന്ധമാണ്. അല്ലാതെ അത് അറിയാതെ പറ്റിയതാണ്, ഇനി അങ്ങനെ ഉണ്ടാവില്ല, ആ സാഹചര്യത്തിൽ ആയതുകൊണ്ട് മാത്രം വന്നതാണ് എന്നൊക്കെ ന്യായീകരിച്ച് ആ കുട്ടിയെ വിട്ടുകളയുകയല്ല വേണ്ടത്. സെൽഫ് ഹാം ഉണ്ടോ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൊണ്ട് ഇവാലുവേറ്റ് ചെയ്യിപ്പിക്കേണ്ടത് മസ്റ്റാണ്. കുട്ടികൾക്ക് വേണ്ടി ചികിത്സാ പ്ലാൻ തയ്യാറാക്കുമ്പോൾ അവരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അതിൽ പരിഗണിക്കാറുണ്ടോ? അതോ ഓരോ പ്രായത്തിനനുസരിച്ച് ഇതിൽ വ്യത്യാസങ്ങൾ വരുത്താറുണ്ടോ ചികിത്സാ രീതികളിൽ? 18 വയസ്സ് കഴിഞ്ഞിട്ട് കുട്ടികൾ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനായിട്ട് കപ്പാസിറ്റി ഉള്ളൂ. അപ്പോൾ നമ്മുടെ നിയമം, മെൻ്റൽ ഹെൽത്ത് കെയർ ആക്റ്റും പറയുന്നത് അങ്ങനെയാണ്. 17.099 വരെ ഉള്ളത് നമ്മൾ 99 അല്ല, അതായത് അടുത്ത 365 ദിവസത്തിൻ്റെ നെക്സ്റ്റ് ഒരു 1 ഡേ കുറഞ്ഞാൽ പോലും അവർ ചൈൽഡിനകത്താണ് വരുന്നത്. ചൈൽഡിനകത്തിൽ വരുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ കപ്പാസിറ്റി ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും പേരൻസിൻ്റെ അല്ലെങ്കിൽ ആരാണോ ഗാർഡിയൻ അവരുടെ രീതി അനുസരിച്ച് അല്ലെങ്കിൽ അവരോട് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടർക്ക് പറയാം, ഇതാണ് ബെസ്റ്റ് എന്ന് തോന്നുന്നു, ഈ രീതിയിലാണ് ഈ കുട്ടിക്ക് ആവശ്യമായത് എന്നുള്ളത് അവരുമായിട്ട് ഓപ്പണായിട്ട് സംസാരിക്കാം. അവരുടെ അനുവാദത്തോടെ കുട്ടിയെ ചികിത്സിക്കാവുന്നതാണ്. പിന്നെ കുറച്ച് പ്രായമായി കഴിയുമ്പോൾ അഡോളസെൻ്റ് ഏജ് ഒക്കെ ഉള്ള കുട്ടികൾക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള പ്രിഫറൻസസ് കാണും. അതിനെ നമ്മൾ ഗൗനിക്കാതെ വരരുത്. കാരണം അപ്പോൾ എൻ്റെ ഇഷ്ടം നോക്കിയില്ല, അല്ലെങ്കിൽ അഡോളസെൻ്റ് ഏജിൻ്റെ പ്രത്യേകത എന്താ, അവർക്കൊരു ചിന്ത വരും, ഞാനും ഒരാളാണ്, ഞാനൊരു വ്യക്തിയാണ്, എനിക്കൊരു വ്യക്തിത്വമുണ്ട്, അങ്ങനെയുള്ളൊരു ഓട്ടോണോമി, സെൻസ് ഓഫ് ഓട്ടോണോമി വരുന്നൊരു പ്രായമാണ് കൗമാരപ്രായം എന്ന് പറയുന്നത്. അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. പക്ഷേ അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം, ഫോർ യു ദിസ് ഈസ് ഗുഡ്, ഈ രീതിയിലുള്ള ചികിത്സയാണ് നല്ലത് എന്ന് പറഞ്ഞ് അവരെയും കൂടെ ആ രീതിയിലാക്കി കൊണ്ടുവരികയാണ് നല്ലത്. പക്ഷേ 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 100% അവരുടെ അനുവാദം കൂടാതെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അൺലെസ് ചില 2-3 ക്ലോസ് ഉണ്ട്. അതായത് ഇപ്പോൾ അവർ സൂയിസൈഡൽ റിസ്ക് ഉണ്ട്, ഹോമിസൈഡൽ റിസ്ക് ഉണ്ട്, സമൂഹത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നു, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ അനുവാദം വേണ്ട. അല്ലാതെ തന്നെ നമുക്ക് ചികിത്സിക്കാനുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അതിന് ഈ പറഞ്ഞതുപോലെ മറ്റു ചില ക്രൈറ്റീരിയാസും മറ്റു ചില നിയമവശങ്ങളും പാലിച്ച ശേഷം നമുക്ക് അങ്ങനെ ചികിത്സിക്കാവുന്നതാണ്. സൈക്കോളജിയും സൈക്കാട്രിയും തമ്മിലുള്ള വ്യത്യാസം പലർക്കും അറിയത്തുണ്ടാവില്ല. അപ്പം ഇത് തമ്മിലുള്ള ഒരു മേജർ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ ഒന്ന് പങ്കുവെക്കാമോ? ഓക്കെ, സൈക്കാട്രിസ്റ്റ് എന്ന് പറയുന്നത് MBBS കഴിഞ്ഞിട്ട് MDയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ എടുത്തിട്ട് അല്ലെങ്കിൽ DNB, MBBS കഴിഞ്ഞിട്ട് സൈക്കാട്രിയിൽ നമ്മൾ സ്പെഷ്യാലിറ്റി തിരഞ്ഞെടുത്ത് അതിൽ വീണ്ടും 3 വർഷമോ 2 വർഷമോ അതിൽ കൂടുതലോ പഠിച്ചതിന് ശേഷമാണ് സൈക്കാട്രിസ്റ്റ് എന്ന് പറയുന്നത്. സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് അവർ ഒന്നുകിൽ BA അല്ലെങ്കിൽ BSc, അത് കഴിഞ്ഞിട്ട് തുടർ പഠനമായിട്ട് MScയോ MAയോ എടുത്തിട്ട്
MPhil ഇൻ ക്ലിനിക്കൽ സൈക്കോളജി അല്ലെങ്കിൽ PhD ഒക്കെ എടുത്താണെങ്കിൽ അവർക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അല്ലെങ്കിൽ സൈക്കോളജിയിൽ PG കഴിഞ്ഞാൽ പേഷ്യൻസിനെ പക്ഷേ കാണാൻ പറ്റത്തില്ല. അവർക്ക് MPhil അല്ലെങ്കിൽ PhD അതിന് തുല്യമായിട്ടുള്ളത് വേണം. അത് തന്നെ അവർക്ക് റെക്കഗ്നേഷനും വേണം, RCIയുടെ രജിസ്ട്രേഷൻ വേണം. അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സൈക്കോളജിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഡിഫറൻസ് തന്നെയാണ് ഇത്. MBBS MD അല്ലെങ്കിൽ മറ്റത് BA BSc അല്ലെങ്കിൽ MA MSc കഴിഞ്ഞിട്ട് ആ സൈക്കോളജി സബ്ജക്റ്റ് പഠിക്കുന്നവരാണ്. മാതാപിതാക്കൾ ഭയങ്കര ഫ്രീ ആയിട്ട് ഇടപെടുന്നവരുമുണ്ട്, അതുപോലെ തന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഇടപെടുന്നവരുമുണ്ട്. ഇതിൽ ഏതിലാണ് നമ്മുടെ മാതാപിതാക്കൾ ശരിക്കും വരേണ്ടത്? ഒരുപാട് ലൂസായിട്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇടപെടുന്ന രീതിയെ ശരിയല്ല. കാരണം പേരൻറ്റിങ് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് പേരൻറ്റിങ്ങിൽ ഒരുപാട് വ്യതിയാനങ്ങൾ വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് പെരുമാറ്റ പ്രശ്നങ്ങൾ കുട്ടികളിൽ ഉണ്ടായിട്ടുണ്ട്. കുട്ടികളുടെ റെസീലിയൻസ് നന്നേ കുറഞ്ഞു പോയിട്ടുണ്ട്. അവർക്ക് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ ഒരു പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള പേരൻറ്റിങ് തന്നെയാണ്. അമിത ലാളന, അമിത സ്നേഹം അല്ലെങ്കിൽ എല്ലാം പ്രൊവൈഡ് ചെയ്ത് ഒന്നിനൊരു മുട്ടുണ്ടാകാതെ അത്തരം രീതിയിൽ വളർത്തിയെടുത്തുകൊണ്ട് വരുന്ന കുട്ടികൾക്ക് ജീവിതത്തിൽ ഒരു സങ്കടമോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു തോൽവിയോ അല്ലെങ്കിൽ ഒരു ചെറിയ പ്രശ്നം പോലും നേരിടാനുള്ള കെപ്പ് ആ കുട്ടികൾക്ക് ഉണ്ടാവില്ല. പിന്നെ നമ്മളൊരു ചെടിയെ നടുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, ഒരുപാട് വെള്ളവും ഇഷ്ടം പോലെ വളവും എല്ലാം കൊടുത്താൽ അതിൻ്റെ വേര് ചീഞ്ഞു പോകും. അപ്പോൾ ആ തരത്തിലുള്ള ചീഞ്ഞ അവസ്ഥയിൽ നമ്മുടെ കുട്ടികൾ വളർന്നു വന്നിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ആ പേരൻറ്റിങ് സ്റ്റൈല് ശരിയല്ല. അങ്ങനെയുള്ള കുട്ടികൾ പിന്നീട് അവരുടെ രീതിക്ക് കാര്യങ്ങൾ വന്നില്ലെങ്കിൽ, അവരുടെ കംഫർട്ട് സോൺ അനുസരിച്ച് കാര്യങ്ങൾ നടന്നില്ലെന്നുണ്ടെങ്കിൽ അവർ വല്ലാതെ പെരുമാറുകയും പൊട്ടിത്തെറിക്കുകയും അക്രമാസക്തരാകുകയും ലഹരി ഉപയോഗത്തിലേക്ക് തിരികെയും തർക്കുത്തരം പറയുകയും ആത്മഹത്യക്ക് ശ്രമിക്കുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു പാരന്റിങ് സ്റ്റൈലാണ് ഭയങ്കര റിജിഡായിട്ട് നമ്മൾ മലയാള സിനിമയിലെ ചാക്കോ മാഷിൻ്റെ പോലെ. ചാക്കോ മാഷ് ആടുതോമയാണ് ഒരു സമൂഹത്തിന് സൃഷ്ടിച്ചത്. അപ്പോൾ ആ രീതിയിൽ പേരൻറ്റിങ് സ്റ്റൈൽ നല്ലതല്ല. എന്നാൽ നമ്മൾ കുട്ടികളെ ശാസിക്കണം, കുട്ടികളെ ശിക്ഷിക്കണം. സ്നേഹത്തിൽ പൊതിഞ്ഞുള്ള ശിക്ഷയായിരിക്കണം. ബെൽറ്റിട്ട് അടിക്കുകയോ അല്ലെങ്കിൽ വഴിയിട്ട് ഒരുപാട് തല്ലുകയോ അവർക്കൊരു ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള ക്ലേശം ഉണ്ടാകുന്ന രീതിയിൽ ഉള്ള മേലുപദ്രവം പാടില്ല. പക്ഷെ ന്യായമായിട്ടുള്ള ശിക്ഷ ആവാം. സ്നേഹത്തിൽ പൊതിഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് അത് തിരിച്ചറിയാനുള്ള ഒരു കിപ്പും വരും. ഞാനിങ്ങനെ ചെയ്തത് കൊണ്ടാണ്. നമ്മളൊരു കാര്യങ്ങൾ ചെയ്യും, പലപ്പോഴും പ്രിവിലേജസ് കട്ട് ചെയ്യാം. ഉദാഹരണത്തിന്, നീ ഇത് ചെയ്തില്ലെങ്കിൽ TV ഇന്നില്ല, ഇത് ചെയ്തില്ലെങ്കിൽ മൊബൈൽ തരില്ല, ഇത് ചെയ്തില്ലെങ്കിൽ പുറത്ത് കറങ്ങാൻ കൊണ്ടുപോകില്ല. അപ്പോൾ കുട്ടികൾ വാശി പിടിക്കും, കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് വീണ്ടും കൊണ്ടുപോകും. അപ്പോൾ കുട്ടി പഠിച്ചെടുക്കും, ഞാൻ കരഞ്ഞാൽ എന്നെ കൊണ്ടുപോകും. അപ്പോൾ അതൊരു അഭ്യാസമായി മാറി കുട്ടിക്ക്. ആ രീതിയിൽ വരാതെ ബാലൻസ് ചെയ്ത് തീർച്ചയായിട്ടും അവരെ ശിക്ഷണത്തിൽ തന്നെ വളർത്തണം, അല്ലാതെ ലൂസായിട്ടല്ല വളർത്തേണ്ടത്. എന്നും കണ്ട് കാടത്ത രീതിയും ആയിക്കൂടാ. കുട്ടികളിലെ മാനസികാരോഗ്യ വൈകല്യങ്ങൾ എന്ന വിഷയത്തിൽ നമ്മളോടൊപ്പം സംസാരിക്കാനുണ്ടായിരുന്നത് ഡോക്ടർ എൽസി ഉമ്മനാണ്. വളരെ നന്ദി ഡോക്ടർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. താങ്ക് യു സോ മച്ച്.